ഞാനിന്ന് ഗായത്രി മന്ത്രത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ശരീരത്തിലെ ഗ്രന്ഥികളെക്കുറിച്ചുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രന്ഥികളെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ഒത്തിരി ഗ്രന്ഥികളുണ്ട്. അത് ഈ മർമ്മശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. മർമ്മശാസ്ത്രം തന്നെ തെക്കൻ മർമ്മശാസ്ത്രമുണ്ട്, ഈ വടക്കൻ മർമ്മശാസ്ത്രമുണ്ട്. അപ്പോൾ ഇത് ഏത് പഠിച്ചാലും ഗ്രന്ഥികളെക്കുറിച്ചൊക്കെ നല്ല അറിവ് കിട്ടും. അഗസ്ത്യ മഹാമുനിയുടെ മർമ്മക്കെട്ടുകൾ എന്ന് പറഞ്ഞ അഗസ്ത്യ നൂല് ഒക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഗ്രന്ഥികൾ എന്താണെന്നും ഓരോ മർമ്മങ്ങൾ എങ്ങനെയാണെന്നും 108 മർമ്മങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ ഗഹനമായി പഠിച്ചു പോകുന്നവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കും. ഗ്രന്ഥികൾ എത്രമാത്രം ശരീരത്തിനകത്തുണ്ട്. ഗായത്രി മന്ത്രത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ പോയ പ്രാവശ്യം ശിവൻ്റെ നൃത്തവും സംഗീതവും ശിവനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മളൊരു സുഹൃത്ത് ഇന്നലെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി ഇന്നലെ ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി വെച്ച് ഒരു ബ്രാഹ്മണ സുഹൃത്തുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇതെല്ലാം കണ്ടു. പക്ഷേ എൻ്റെ ഒരു ചോദ്യം, നമ്മളൊക്കെ ജനിച്ചത് മുതൽ ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ ഗായത്രി മന്ത്രം ജപിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് പേർക്ക് ദുരിതങ്ങളും കഷ്ടങ്ങളും എല്ലാം ഉണ്ട്. ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ വലിയൊരു മന്ത്രമാണ്. എന്നിട്ടും നമ്മൾ എന്തേ രക്ഷപ്പെടാത്തത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് ഒന്ന് ഇന്ന് സംസാരിക്കുക എന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നു. ഏതു മന്ത്രം ആര് ജപിച്ചാലും ശരി, ആ മന്ത്രങ്ങൾക്കെല്ലാം ഒരു കീലകം കാണും. കീലകം എന്ന് പറഞ്ഞാൽ അടപ്പ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുന്നു. ഗ്ലാസ്സിനൊരു മൂട് വേണം. ഗ്ലാസ്സിന് മൂടില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ഒഴിക്കുന്ന വെള്ളമെല്ലാം താഴെ പൊയ്ക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മന്ത്രം ജപിക്കുമ്പോൾ കീലകത്തോടു കൂടി മന്ത്രം ജപിക്കണം. നമ്മൾ ഗായത്രി മന്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ സൂര്യഗായത്രിയാണ്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് എന്ന് നിർത്തുകയാണ്. എൻ്റെ കീലകമുണ്ട്. ആ കീലകത്തെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ആ മന്ത്രം പൂർത്തിയാവുള്ളൂ. ആ കീലകം ഉപയോഗിക്കാതെയാണ് ഭൂരിപക്ഷം ആൾക്കാരും ഈ മന്ത്രം എന്നല്ല, പല മന്ത്രങ്ങളും ഉപയോഗിക്കുന്നത് കീലകം ഇല്ലാതെയാണ് ഉപയോഗിക്കുന്നത്. കീലകത്തോടു കൂടി വേണം ഏത് മന്ത്രവും ജപിക്കേണ്ടത്. ഒരു മന്ത്രത്തിന് ആ മന്ത്രം ഈ ഭൂമുഖത്തേക്ക് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത ഒരു ഋഷീശ്വരൻ കാണും, മന്ത്രത്തിനൊരു ദേവത കാണും, മന്ത്രത്തിനൊരു ബീജം കാണും. അതേപോലെ തന്നെയാണ് മന്ത്രത്തിനൊരു കീലകവും കാണും. ആ കീലകം ഏതാണെന്ന് മനസ്സിലാക്കി വേണം ഓരോ മന്ത്രവും നമ്മൾ ജപിക്കേണ്ടത്. ഗായത്രി മന്ത്രത്തിൻ്റെ കീലകത്തെക്കുറിച്ച് വിവേകാനന്ദൻ്റെ സമ്പൂർണ്ണ കൃതികളുണ്ട്. ആ കൃതികളിൽ ഒരിടത്ത് പരാമർശിച്ചിട്ടുണ്ട് ഗായത്രി മന്ത്ര ജപത്തിൻ്റെ കീലകത്തെക്കുറിച്ച്. അപ്പം ആ കീലകം മനസ്സിലാക്കി വേണം നമ്മൾ ഈ മന്ത്രജപമല്ല, ഈ മന്ത്രം എന്നല്ല ഏത് മന്ത്രവും. ഓരോ മന്ത്രം ജപിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിലെ ഏത് ഗ്രന്ഥികളിലാണ് ഈ മന്ത്രത്തിൻ്റെ ബീജാക്ഷരങ്ങൾ എത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഗ്രന്ഥികളിൽ ബീജാക്ഷരത്തിൻ്റെ സ്പന്ദനം എത്തുമ്പോൾ ആ ഗ്രന്ഥികൾ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള മുദ്രകൾ നമ്മൾ നൽകണം. മുദ്രകൾ നൽകിയല്ല ഗായത്രി ഇവിടെ ജപിക്കുന്നത്. ചോദിച്ചപ്പോൾ എൻ്റെ സുഹൃത്തിന് മാത്രമല്ല, പല ഗായത്രി ജപം നടത്തുന്നവരും ഗായത്രി മന്ത്രോ ഉപാസന ചെയ്യുന്ന, ഗായത്രി ദേവി ഉപാസന ചെയ്യുന്നവർക്ക് പോലും ഇതിൻ്റെ മുദ്രകൾ അറിയില്ല. മുദ്രകൾ ഗുരുമുഖത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ്. ആ മുദ്രകൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. സിദ്ധന്മാർ പറയും, മുദ്രകളില്ലാതെ ചൊല്ലുന്നതൊക്കെയും
വായുവിൽ തന്നെ ലയിക്കാതെ പോയിടും. വായുവിൽ പോലും ലയിക്കാതെ പോയിടും എന്നാണ്. അപ്പോൾ മന്ത്രത്തിന് ശക്തിയുണ്ട്. മന്ത്രത്തിന് അല്ല കുറ്റം, മന്ത്രം നമ്മൾ ജപിക്കുന്ന രീതിക്കാണ് കുറ്റം. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതു മന്ത്രത്തെയും നമുക്ക് ഫലപ്രദമായി കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ചീത്ത മന്ത്രങ്ങളുണ്ട്, നല്ല മന്ത്രങ്ങളുണ്ട്, അതൊക്കെ വേറെ വിഷയം. അപ്പോൾ ഗായത്രി മന്ത്രരാജ്ഞിയാണ് ഗായത്രി മന്ത്രം. മന്ത്രങ്ങളിൽ ഏറ്റവും ശക്തമായ മന്ത്രമാണ് ഗായത്രി മന്ത്രം. ആ ഗായത്രി മന്ത്രം ഓർമ്മ വച്ച് നാള് മുതൽ ജനിക്കുന്ന ഒരു വിഭാഗമുണ്ട്, ബ്രാഹ്മണ വിഭാഗം. അവർ ഗായത്രി ഉപാസകരാണ്. വേറെ പറഞ്ഞാൽ അവർക്ക് എന്തുകൊണ്ട് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നില്ല എന്ന ന്യായമായ ചോദ്യം കുറേ പേർക്ക്, ഒരുപാട് പേർക്ക്. അദ്ദേഹം പറയുന്ന രീതി അനുസരിച്ചാണെങ്കിൽ ശരിയാണ്, 90-95% വർക്കും ഇതുകൊണ്ട് അവർക്ക് ജീവിത ഉയർച്ചയില്ല, ദാരിദ്ര്യവും അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോകുന്നു. ഏറ്റവും അവരുപയോഗിക്കുന്ന നിത്യവും ഉപയോഗിക്കുന്ന മന്ത്രമാണെങ്കിലോ ഗായത്രി മന്ത്രം. ഇതെന്തുകൊണ്ട്? ഗ്രന്ഥികളിൽ മന്ത്രത്തിൻ്റെ ബീജാക്ഷരങ്ങൾ എത്തുമെന്ന് പോലും അവർക്കറിയില്ല എന്നുള്ളത് ആദ്യം അവർ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം. ഗായത്രിക്ക് 24 അക്ഷരങ്ങളുണ്ട്. ഈ 24 അക്ഷരങ്ങൾ നമ്മുടെ ശരീരത്തിലെ 24 ഗ്രന്ഥികളിലാണ് അതിൻ്റെ അതിൻ്റെ മന്ത്രം ജപിക്കുമ്പോൾ അതിലെ ഓരോ ബീജാക്ഷരത്തിൻ്റെയും ശക്തി വന്നിട്ടുണ്ട്. അതനുസരിച്ച് മുദ്രകളുണ്ട്. ആ മുദ്രകൾ ഇപ്പം ഞാനിപ്പോൾ വീഡിയോയിലൂടെ ഇത് കാണിച്ചപ്പോൾ മുദ്ര ഓം ഭൂർഭുവസ്വ ഇങ്ങനെ ഇത് തന്നെ വരണം കറക്റ്റായിട്ട്. ഇതൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തന്നാൽ ആർക്കും മനസ്സിലാകത്തുമില്ല, അത് ശരിയായിട്ട് എനിക്കും പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷെ ഏതൊക്കെ ഗ്രന്ഥികളിലാണ് നമുക്ക് ഈ ബീജാക്ഷരങ്ങൾ എത്തുന്നത് എന്നുള്ളത് ഗായത്രിയുടെ ഇത് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇത് ഉപയോഗിക്കേണ്ടവർ ഉപയോഗിക്കുക, മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുക. ഇതിൽ ശരി തെറ്റുകളുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചിന്തിക്കേണ്ടവർ ചിന്തിക്കുക. ഇപ്പോൾ ഗായത്രി എന്ന് പറയുന്ന ഒരു മന്ത്രത്തിന് 24 അക്ഷരങ്ങളുണ്ട്. ശരീരത്തിലെ 24 ഗ്രന്ഥികളിലാണ് ഈ 24 ഗ്രന്ഥികളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ശക്തികളുണ്ട്. ഈ ശക്തികളെ ഉണർത്തുവാനായിട്ടാണ് ഈ 24 അക്ഷരങ്ങളെ ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ അർത്ഥവത്തായിട്ട് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഗായത്രി മന്ത്രത്തിൻ്റെ കീലകമൊന്നും ഞാൻ പറയുന്നില്ല. കീലകം അതിൻ്റെ വിദ്യകൾ പഠിക്കുന്നവർക്ക് നൽകേണ്ട ഒരു കാര്യമാണെന്നുകൊണ്ട് ഞാൻ കീലകത്തെ പൂർണ്ണമായിട്ടും തുറന്നു പറയുന്നില്ല. എന്നാലും ഞാൻ നേരത്തെ ഏതോ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഓങ്കാരത്തിൽ നിന്ന് ജനിച്ച് ഓങ്കാരത്തിൽ അവസാനിപ്പിക്കുക ഗായത്രി എന്ന് നീ മനസ്സിലാക്കിയിടുക. ചൊല്ലുക, ഒപ്പം നടന്നു ചൊല്ലുക. ഹ്രീങ്കാരമല്ലതെന്ന് മനസ്സിലാക്കി നീ ഓങ്കാരത്തെ പുണർന്നിടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ ഗായത്രി മന്ത്രത്തിൽ പറയുന്ന ഒരു സംഭവം ഓം ഭൂർഭുവസ്വ തസ്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് എന്ന് നമ്മൾ പറയുന്ന ആ ഗായത്രി മന്ത്രത്തിലെ ആദ്യത്തെ അക്ഷരമായ ഓം, ഓമാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓം എന്ന് പറയുന്നത് ശിരസിലാണ് എത്തുന്നത്. അപ്പോൾ ഓം എന്ന് നമ്മൾ ചൊല്ലുമ്പോൾ ഗായത്രിയുടെ ഓങ്കാരധ്വനി ആദ്യം നമ്മുടെ ശിരസിലെ 6 വലയ ചുറ്റിലേക്ക് എത്തിടും ഓങ്കാരധ്വനി. 12ആയി വളർന്നിട്ടത് 3ആയി ചുരുങ്ങിടും എന്നൊക്കെ പറയുന്നത് ഈ ഓങ്കാരധ്വനി ഇവിടെയാണ്, സഹസ്രാര ചക്രത്തിലാണ്. ശിരസിൽ എന്ന് പറഞ്ഞത് സഹസ്രാര ചക്രത്തിൽ. ഓം ഭൂ എന്ന് പറയുന്നത് വലത് കണ്ണിലാണ് ആ ഭൂ എന്ന് പറയുന്നത് എത്തുന്നത്. അപ്പോൾ ഓം ഭുവ എന്ന് പറയുന്നത് 3ആം കണ്ണിൽ എത്തുന്നതാണ്. ഈ 3ആം കണ്ണെന്ന് പറഞ്ഞാൽ ഏതാണ്? ഇവിടെ നിന്നാണ് ആജ്ഞാകേന്ദ്രത്തിന് മുകളിലേക്ക് എത്തുന്നു. നമ്മൾ ഈ പരമശിവൻ്റെയൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ട് ഇങ്ങനെ ഒരു വരച്ചിരിക്കും, 3ആം തൃക്കണ്ണെന്ന് പറയും. ആ 3ആം കണ്ണ് ഇവിടെ എത്തുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ശക്തിയുടെ പ്രകമ്പനം നമ്മുടെ ഈ
ചുഴിമുന എന്ന് പറയുന്ന ഇതിൻ്റെ നേരെ എതിരെയുള്ള അവിടെയും അതിൻ്റെ പ്രകമ്പനം ചെറുതായി. അതാണ് തട്ടിമുട്ടി എത്തിടും, തട്ടിമുട്ടി എത്തിടും ഭുവ, തുറക്കുവാനായി നീ മടിച്ചിടേണ്ട എന്ന് പറയുന്ന ഇതാണ്. തട്ടിമുട്ടി എത്തിടും ഭുവ. പറഞ്ഞത് ഗായത്രിയാണ്. ഓം ഭുർഭുവ. ആ ഭുവ അതിവിടെ വന്ന് തട്ടിയിടും, തുറക്കാനായി നീ മടിച്ചിടേണ്ട. ഇത് സിദ്ധ പാടലുകളാണ്. അപ്പം ഭുവ എന്ന് പറയുന്നത് മൂന്നാം കണ്ണ് എന്ന് പറയുന്നത് ഇവിടെയും ഒപ്പം തന്നെ ചുഴിമുനയിലും എത്തുന്നതാണ്. ഇനി അടുത്ത് ഓം ഭുർഭുവ സുവ. സുവ എന്ന് പറയുന്നത് ഇടത് കണ്ണിൻ്റെ മുകളിലാണ്. അവിടെ ഇരിക്കുന്ന ഗ്രന്ഥിയാണ് ഇതിനെ ബാധിക്കുന്നത്. ആ സുവ എന്ന് ചൊല്ലുമ്പോൾ അവിടേക്കാണ് അതിൻ്റെ ഊർജം എത്തുന്നത്. അപ്പൊ ഇവിടങ്ങളിലെല്ലാം ആ ഗ്രന്ഥികളിലെല്ലാം തന്നെ ഒരു എന്താ പറയുക, ഒരു ഊർജമുണ്ട്, ഒരു ശക്തിയുണ്ട്. ഈ ഗ്രന്ഥികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ ശക്തിയെ ഉണർത്തുന്ന 24 തരം ശക്തികൾ നമ്മുടെ ശരീരത്തിനകത്ത് ഈ ഒരൊറ്റ മന്ത്രത്തിലൂടെ ഉയർത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെ മന്ത്രരാജ്ഞി അല്ലെങ്കിൽ മന്ത്രരാജൻ എന്നുവരെ പറയും. മന്ത്രരാജ്ഞി എന്ന് പറയും, മന്ത്രരാജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആർക്ക്, ഏത് ജാതി മത വ്യത്യാസത്തിൽ ഇത് ആർക്ക് വേണോ ചൊല്ലാം. മതത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് കാരണം പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഹിന്ദു മതത്തിലെ ഏത് ജാതിക്കാർക്ക് ചൊല്ലാം. അങ്ങനെ ഇതിനൊരു പണ്ടൊക്കെയാണ് ഇതൊക്കെ പറയണത്, മന്ത്രം കേട്ടാൽ ചെവിയിൽ ഈയങ്കലയ്ക്ക് ഒഴിക്കണമെന്ന്, ഉരുക്കി ഒഴിക്കണമെന്നൊക്കെ പറയും. അതൊക്കെ തെറ്റാണ്. പോട്ടെ, അതൊന്നും സിദ്ധലോകം അംഗീകരിച്ചിട്ടുള്ള കാര്യമല്ല. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പം ഓം ഭുർഭുവ സുവ. ഇനി അടുത്തുള്ളത് ഓം ഭുർഭുവ സുവ തത്. തത് എന്ന് പറയുന്നത് ആജ്ഞാചക്രത്തിലെ, ആജ്ഞാചക്രം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ആജ്ഞാചക്രത്തിലെ താപിനി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയുണ്ട്. ആജ്ഞാചക്രത്തിലെ താപിനി എന്ന ഗ്രന്ഥിയിലാണ് തത് എന്ന് പറയുന്ന സംഭവം വന്ന് നിൽക്കുന്നത്. അതാണ് തത്പുരുഷനെ കാണുവാനായി ആജ്ഞാചക്രത്തിലേക്ക് നീ എത്തിടുമ്പോൾ താപിനി വന്ന് ഉണർന്ന് വിളിച്ച് നിന്നെ കൊണ്ടുപോയിടും എന്ന് പറഞ്ഞാൽ അതാണ് താപിനി ഗ്രന്ഥി. അപ്പോൾ തത്ത് എന്ന് പറയുന്നത് ഈ ആജ്ഞാചക്രത്തിലെ താപിനി ഗ്രന്ഥിയിൽ വരും. അടുത്ത് സവിതുർവരേണ്യത്തിലെ സായാണ്. സ എന്ന് പറയുന്നത് നമ്മളെ ഇടത് കണ്ണിലെ സഫലത ഗ്രന്ഥി എന്ന് പറയും. ഇടത് കണ്ണ് ഇപ്പം അതിൽ തിരിച്ച് വലതായിട്ട് തോന്നുള്ളൂ. ഇടത് കണ്ണ് അവരവരുടെ ശരീരത്തിലെ ഇടത് കണ്ണിലെ സഫലത ഗ്രന്ഥി എന്ന് പറയും. ഈ സഫലത ഗ്രന്ഥിയിലേക്ക് ഊർജം എത്തുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, വർദ്ധിത വീര്യം, എതിർക്കുവാനായിട്ടുള്ള ശക്തി, ഭയമില്ലായ്മ ഇവയൊക്കെ ഉണ്ടാക്കുന്നത് ഈ സഫലത ഗ്രന്ഥിയിലൂടെയാണ്. അപ്പം ഓം ഭുർഭുവ സ, ഇനിയാണ് സ വി. സ വി, അതിനകത്ത് വി വരുന്നു. വി വന്നിട്ട് വലത് കണ്ണിലെ വിശ്വഗ്രന്ഥിയിലാണ്. വലത് കണ്ണിലാണ് വിശ്വഗ്രന്ഥി ഇരിക്കുന്നത്. അപ്പം വലത് കണ്ണിലെ വിശ്വഗ്രന്ഥിയിലാണ് വി എന്ന് പറയുന്ന ആ ബീജാക്ഷരം വരുന്നത്. അപ്പം സാധാരണ മന്ത്രങ്ങളിൽ 1, 2, 3 ബീജാക്ഷരങ്ങൾ ഉള്ളപ്പോൾ ഗായത്രി മന്ത്രത്തിൽ 24 ബീജാക്ഷരങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഇതിനെ മന്ത്രരാജ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ ആ 24 ബീജാക്ഷരങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ത സ വി. പിന്നെ വരുന്നത് തു. തു എന്ന് പറയുന്നത് ഇടത് ചെവി. ഇടത് ചെവിയിലെ തുഷ്ടിഗ്രന്ഥി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയുണ്ട് ഇടത് ചെവിയിൽ. തുഷ്ടിഗ്രന്ഥിയിലാണ് ആ എന്താ പറയുക, ആ മന്ത്രം ജപിക്കുമ്പോൾ ആ തു എന്ന് പറയുന്ന ആ ബീജാക്ഷരം ചെന്ന് എത്തുന്നത്. ഇപ്പം നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് അതുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ടു പോകുന്നതിലേക്കുള്ള ഊർജം നൽകുന്നത് ഈ പറയുന്ന ഇടത് ചെവിയിലെ തുഷ്ടിഗ്രന്ഥി എന്ന് പറയുന്ന ഗ്രന്ഥിയാണ്. അപ്പം ഓം ഭുർഭുവസ്വ തസ വി തുർ. തുറാണ് ഇടത് ചെവിയിലെ തുഷ്ടിഗ്രന്ഥി. സ വി തുർ വ.
പിന്നെ വീണ്ടും വരെയാണ്. അത് വലത് ചെവിയിലെ വരദഗ്രന്ഥി. വലത് ചെവിയിലെ വരദഗ്രന്ഥിയിലെ ഈ ബീജാക്ഷരത്തിന്റെ പ്രകമ്പനം എത്തുമ്പോൾ യോഗശക്തി നമുക്ക് കൂട്ടാൻ കഴിയും. നമ്മൾ ഈ പറയുന്ന യോഗശക്തി കൂട്ടാൻ യോഗശക്തിയുടെ ഗ്രന്ഥിയായിട്ട് വരദഗ്രന്ഥി ഇരിക്കണം. ഈ വരദഗ്രന്ഥിയെ ഉണർത്താനായിട്ട് നമ്മളിത് ജപിച്ചാൽ മാത്രമല്ല, ആ കറക്റ്റായിട്ട് ആ ഓം ഭൂർഭുവസ്വ തസ്സവിതുർ വാ എന്ന് പറയുമ്പോൾ നമ്മൾ മുദ്ര മാറി, മുദ്ര ഇങ്ങനെ വരണം. ഇത് വീഡിയോ കൂടെ കാണിച്ചാൽ ശരിയാവില്ല. അപ്പം മുദ്രകളും അതനുസരിച്ച് വരുമ്പോഴേ ഈ ഗ്രന്ഥി കൃത്യമായിട്ട് പ്രവർത്തിക്കുള്ളൂ. അപ്പം തസ്സവിതുർ വാന്ന് വലത് ചെവിയിലെ വരദഗ്രന്ഥി കഴിഞ്ഞിട്ട് രേ എന്ന് പറയുന്നത് നാസികാ മൂലത്തിലെ ഉള്ള രേവതി ഗ്രന്ഥി എന്ന് പറയും. നാസികാ മൂലത്തെ രണ്ടായി പറയുന്നുണ്ട്. ഒന്ന് ഇവിടെ ആണെന്നും പറയുന്നു, നാസികാ മൂലം എന്നാണ് ഇവിടെയാണെന്നും പറയുന്നത്. ഇവിടെയാണെന്ന് യഥാർത്ഥത്തിൽ ഇവിടെ എടുക്കേണ്ടത് നാസികാ മൂലത്തിലെ ഇവിടെ എടുക്കേണ്ടത് വേറെ ഒരു പ്രാണായാമ ക്രിയ ചെയ്യുമ്പോൾ മാത്രമേ ഇതിനെ നാസികാ മൂലമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഗായത്രി മന്ത്രത്തിന് നാസികാ മൂലമായിട്ട് എടുക്കേണ്ടത് ഈ പിന്നെ നാസികാ മൂലമായിട്ട് എടുക്കേണ്ടത് ഈ തുമ്പത്ത് തന്നെയാണ്, മൂക്കിൻ്റെ ഈ തുമ്പത്തുള്ള രേവതി ഗ്രന്ഥി. അപ്പം ഓം ഭൂർഭുവസ്വ തസ്സവിതുർവ രേ നീ എന്ന് പറയുന്നത് മേൽചുണ്ടിലെ സൂക്ഷ്മഗ്രന്ഥി. മേൽചുണ്ടിലെ സൂക്ഷ്മഗ്രന്ഥി. പിന്നെ വന്നിട്ട് ഉർവരേണ്യം തസ്സവിതുർവരേണിയം. യം എന്ന് പറയുന്നത് കീഴ്ചുണ്ടിലെ ജ്ഞാനഗ്രന്ഥി. കീഴ്ചുണ്ടിലെ ജ്ഞാനഗ്രന്ഥിയാണ് ഇതിന് നമ്മുടെ ഈ മറ്റേ യം എന്ന് പറയണ ഇത് വരണത്. അപ്പം ഓം ഭൂർഭുവസ്വ തസ്സവിതുർവരേണ്യം ഭർഹോ അതിനുള്ളതിൽ ഭർ എന്ന് പറയുന്നത് തൊണ്ടയിലെ ഭർഗഗ്രന്ഥി. തൊണ്ടയിലൊരു ഭർഗഗ്രന്ഥി ഉണ്ട്. ആ ഭർഗഗ്രന്ഥിയിലാണ് ഈ പറയുന്ന ഭർ എന്ന് പറയുന്ന ബീജാക്ഷരത്തിലേക്ക് നമ്മൾ ജപത്തിലെത്തുമ്പോൾ ഇവിടെയാണ് കിട്ടുന്നത്. ഭർഗഗ്രന്ഥി തൊണ്ടയിലെ ഭർഗഗ്രന്ഥിയിലെത്തും. ഗോ എന്ന് പറയുമ്പോൾ അന്നനാളത്തിലെ ഗോമതി ഗ്രന്ഥി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയുണ്ട്. അന്നനാളത്തിലെ ഗോമതി ഗ്രന്ഥി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയുണ്ട്. ഇതൊക്കെ മർമ്മശാസ്ത്രം പഠിക്കുന്നവർക്കും മർമ്മശാസ്ത്രത്തെക്കുറിച്ച് നല്ല ഗഹനമായ അറിവുള്ളവർക്ക് ഇതിനെക്കുറിച്ച് ഞാൻ ഈ പറയുന്ന ഗ്രന്ഥികൾ ശരിയാണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അതിന് ഓരോ പേരിട്ടാണ്. അന്നനാളത്തിലെ ഗോമതി ഗ്രന്ഥിയിലെ ഈ പ്രകമ്പനം എത്തുമ്പോൾ ബുദ്ധിശക്തി കൂടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അന്നനാളത്തിലെ ഗോമതി ഗ്രന്ഥിയിൽ ഈ പറയുന്ന ബീജാക്ഷരത്തിൻ്റെ ഇത് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിശക്തി കൂടും എന്നാണ് പറയണത്. ഭർഗോ ദേ എന്ന് പറയുന്ന ഇടത് മാറിടത്തിൻ്റെ എന്ന് പറയും. ഇടത് നെഞ്ചിലെ മുൻഭാഗത്തുള്ള ദേവികാ ഗ്രന്ഥി എന്ന് പറഞ്ഞൊരു ഗ്രന്ഥിയുണ്ട്. ആ ദേവികാ ഗ്രന്ഥിയിലാണ് ഈ ഭർഗോ ദേവസ്യയിലെ ദേ എന്ന ബീജാക്ഷരം എത്തുമ്പോൾ വീണ്ടും വരികയാണ് വാ. അത് വലത് മാറിടത്തിൻ്റെ അല്ലെങ്കിൽ വലത് നെഞ്ചിൻ്റെ മുകൾ ഭാഗത്തുള്ള വാരാഹി ഗ്രന്ഥി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയുണ്ട്. ആ ഗ്രന്ഥിയിലേക്കാണ് ഇതിൻ്റെ ഊർജം എന്ന് എത്തുന്നത്. ഭർഗോദേവസ്യ എന്ന് പറയുന്ന ബീജാക്ഷരത്തിന് ആമാശയത്തിൻ്റെ മുകൾ ഭാഗത്ത് നമ്മളെ ഈ വാരി എല്ലുകൾ കൂടിച്ചേരുന്നൊരു സ്ഥാനമുണ്ട്. അവിടെയാണ് ഈ മറ്റേ സിംഹിനി ഗ്രന്ഥി എന്ന് പറഞ്ഞ ഗ്രന്ഥി ഉള്ളത്. ആ സിംഹിനി ഗ്രന്ഥിയിലാണ് ആ ഊർജം എത്തുന്നത്. അപ്പോൾ ഓം ഭൂർഭുവസ്വ തസ്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹിയാണ് ഉള്ളത്. അതിൽ ധീ എന്ന് പറയുന്നത് കരളിൽ സ്ഥിതി ചെയ്യുന്ന ധ്യാനഗ്രന്ഥി എന്ന് പറയുന്ന ആ ഗ്രന്ഥിയിലാണ് ഈ ധീ എന്ന് പറയുന്ന ഈ ബീജാക്ഷരത്തിൻ്റെ ശക്തി എത്തുന്നത്. അപ്പോൾ എന്തു പറ്റും? പ്രാണശക്തി അതിൽ വളരെയേറെ കൂടും. പ്രാണായാമത്തിലൂടെ കിട്ടുന്ന ശക്തിയല്ല, പ്രാണശക്തി എല്ലാ മനുഷ്യരിലും കുടിയിരിക്കുന്ന ഒരു ശക്തിയാണ്. ആ പ്രാണശക്തിക്ക് ഊർജം കൂടുതൽ കിട്ടും ഈ ധീ എന്ന് പറയുന്ന
മന്ത്ര ബീജമന്ത്രം എത്തുമ്പോൾ ധ്യാനഗ്രന്ഥിക്ക് ശക്തി അതിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രാണശക്തി ഉത്തേജിക്കപ്പെടും. ഇതാണ് വേണ്ടത്. മാ എന്ന് പറയുമ്പോൾ പ്ലീഹയിലെ മധ്യത ഗ്രന്ഥി എന്ന് പറയുന്ന ഗ്രന്ഥിയാണ്. മധ്യത ഗ്രന്ഥി, ആ ഗ്രന്ഥിയിലാണ് മാ എന്ന് പറയുന്ന ബീജം എത്തുമ്പോൾ. ഹി എന്ന് പറയുന്ന ബീജം എത്തുമ്പോൾ ഏതാണ്? നാഭിയിലെ സ്ഫുടഗ്രന്ഥി, നാഭിയിലെ ഒരു സ്ഫുടഗ്രന്ഥിയുണ്ട്. നാഭിയിലെ സ്ഫുടഗ്രന്ഥിയിലാണ് ഹി എത്തുന്നത്. അത് വന്നിട്ട് നമ്മൾ തപസ്സിൻ്റെ ശക്തി കേന്ദ്രീകരിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ തപോശക്തി കേന്ദ്രീകരിക്കുന്ന ഇവിടെ ഈ ഹി എന്ന് പറയുന്ന ബീജാക്ഷരം എത്തുമ്പോൾ അത് കൂടുതൽ ശക്തിയോടുകൂടി ഉത്തേജിക്കുവാൻ തുടങ്ങും. അപ്പോൾ ഓം ബർഹോ ദേവസ്യ ധീമഹി, ദീ വീണ്ടും ദീ, അത് വന്നിട്ട് സുഷുമ്നാ നാഡിയുടെ മൂലത്തിൽ സ്ഥിതി ചെയ്യുന്ന മേധാഗ്രന്ഥിയുണ്ട്. ആ മേധാഗ്രന്ഥിയിലാണ് ഈ ധീ എന്ന് പറയുന്ന ബീജാക്ഷരത്തിൻ്റെ ശക്തി, ആ പ്രകമ്പനം അവിടെ എത്തുന്നു. അങ്ങനെ എത്തുമ്പോൾ ഈ മേധാഗ്രന്ഥിയിൽ ഒരു ശക്തിയുണ്ട്. മേധാഗ്രന്ഥിയിൽ ഉപയോഗിച്ചാണ് നമ്മൾ ദൂരെ നടക്കുന്ന, നമ്മളിൽ നിന്ന് എത്രയോ അകലെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ണടച്ചും കൊണ്ട് കാണുവാൻ കഴിയുന്ന വിധത്തിൽ നമുക്കൊരു ശക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ മേധാഗ്രന്ഥി ഉണർന്നിരിക്കണം. ആ മേധാഗ്രന്ഥി അതിശക്തമായി ഉണർന്നാൽ മാത്രമേ ധീ എന്ന് പറയുന്ന ഉണരാൻ വേണ്ടി ഗായത്രി മന്ത്രത്തിൽ ഉപയോഗിക്കുമ്പോൾ ഗായത്രി മന്ത്രത്തിൽ ധീ എന്ന് പറയുന്ന ബീജാക്ഷരത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ, അതിനൊപ്പം മുദ്രയും എത്തുമ്പോൾ ഈ സുഷുമ്നയുടെ ഏറ്റവും മൂലത്തിലുള്ള സ്ഥിതി ചെയ്യുന്ന മേധാഗ്രന്ഥിയിലാണ് ഇതിൻ്റെ പ്രകമ്പനം എത്തുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? ഈ ദൂരെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കണ്ണടച്ചുകൊണ്ട് ഇരുന്നും കൊണ്ട് അത് കാണാനും അത് മനസ്സിലാക്കാനുള്ള ശക്തി നമുക്ക് ഉണ്ടാകും. ഒരു മനുഷ്യന് ഉണ്ടാകും, നമുക്കെന്നല്ല ഏത് മനുഷ്യനും ഉണ്ടാകുന്നത്. അപ്പോൾ ദേവസ്യ ധീമഹി ധിയോ, യോ എന്ന് പറയുന്നത് ഇടത്തെ തോളിലുള്ള യോഗമായ ഗ്രന്ഥിയുണ്ട്. യോഗമായ ഗ്രന്ഥിയിലാണ് ഈ യോ എത്തുന്നത്. അടുത്ത് വീണ്ടും യോയുണ്ട്. അത് അടുത്ത യോയിൽ യോ, അത് വലത് തോളിലുള്ള യോഗിനി ഗ്രന്ഥിയുണ്ട്. വലത് തോളിലുള്ള യോഗിനി ഗ്രന്ഥിയിലാണ് അതിൻ്റെ ബീജാക്ഷരത്തിൻ്റെ പ്രകമ്പനം എത്തുന്നത്. പിന്നെ വളർന്നതാണ് നാ, ദിയോ യോ ന. ന വന്നിട്ട് വലത് കൈത്തണ്ടയിലെ ധാരിണി ഗ്രന്ഥി. ആ ധാരിണി ഗ്രന്ഥിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സാരസതാ ശക്തി ഉണർത്തുന്ന, വിദ്യാശക്തി ഉണർത്തുന്ന ഒരു സംഭവമാണ്. സാരസതാ ശക്തിയെക്കുറിച്ച് അത് വേറൊരു വിഷയമാണ്. അപ്പോൾ ആ സാരസതാ ശക്തിയെ ഉണർത്തുവാൻ കഴിയുന്ന ന. അത് കഴിഞ്ഞാൽ പ്ര, ദിയോ യോ ന പ്രചോദയല പ്ര. പ്ര എന്ന് പറഞ്ഞാൽ ഇടത് കൈത്തണ്ടയിലെ പ്രഭവ ഗ്രന്ഥി എന്ന് പറയുന്ന ഗ്രന്ഥിയിലാണ് അതിൻ്റെ ഊർജ്ജം എത്തുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ചോ എന്ന് പറഞ്ഞാൽ വലത് കൈയിലെ മണിബന്ധത്തിലെ ഊഷ്മഗ്രന്ഥി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയുണ്ട്. ആ ഊഷ്മഗ്രന്ഥിയിലാണ് ചോ എന്ന് പറയുന്ന ബീജാക്ഷരം അതിൽ എത്തുമ്പോൾ കിട്ടുന്നത്. പിന്നെ വന്നിട്ട് ദാ എന്ന് പറഞ്ഞാൽ വലത് കൈപ്പത്തിയിലെ ദൃശ്യഗ്രന്ഥി. വലത് കൈപ്പത്തിലെ ദൃശ്യഗ്രന്ഥിയിലാണ് ഈ പറഞ്ഞ ദാ എന്ന് പറയുന്ന ബീജാക്ഷരം എത്തുമ്പോൾ നമുക്ക് ആ ശക്തി കിട്ടുന്നത്. ഇത് വന്നിട്ട് വിവേകശക്തി കൂട്ടുവാനായിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ് ദൃശ്യഗ്രന്ഥി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് പ്രചോദയാത്. യാത് എന്ന് പറയുന്നത് ഇടത് കൈപ്പത്തിയിലെ നിരഞ്ജന ഗ്രന്ഥി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയുണ്ട്. ആ നിരഞ്ജന ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുവാനായിട്ടാണ് ഈ പറയുന്ന യാദ് എന്ന് പറയുന്ന ബീജം വന്ന് നിൽക്കുന്നത്. അങ്ങനെ 24 അക്ഷരങ്ങൾ. ഈ 24 അക്ഷരങ്ങളും 24 ബീജാക്ഷരങ്ങളാണെന്ന് മനസ്സിലാക്കുക. ആ 24 ബീജാക്ഷരങ്ങളും 24 ഗ്രന്ഥികളിലേക്കാണ് അതിൻ്റെ ശക്തി എത്തിക്കുന്നത്. ഈ 24 തരം
ഗ്രന്ഥികളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള 24 തരം ശക്തികളെയും പിന്നെ ഉത്തേജിപ്പിക്കുവാനായിട്ട് ഈ ഒരൊറ്റ ഗായത്രി മന്ത്രം കൊണ്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കീലകം ചൊല്ലുമ്പോൾ വീണ്ടും നമ്മൾ സഹസ്രാരത്തിലേക്ക് പോകുന്നു. അതാണ് കൈലാസത്തിൽ നിന്ന് ഞാൻ കന്യാകുമാരിയിലേക്ക് എത്തി, വീണ്ടും കൈലാസത്തിലേക്ക് ഞാൻ എത്തിയിടുന്നു എന്ന് പറയുന്നത് ഗായത്രി മന്ത്ര ജപത്തെക്കുറിച്ച് പറയുന്ന അതാണ്. അപ്പോൾ ഗായത്രി മന്ത്രം ജപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ പിന്നെ ഈ പറയും കണക്കുള്ള വലിയ നിലയിൽ എത്തുമെന്ന് വിചാരിക്കേണ്ട. ഗായത്രി മന്ത്രം ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കണമെങ്കിൽ ഗായത്രി മന്ത്രം കീലകത്തോടു കൂടി ജപിക്കണം. ഒപ്പം തന്നെ പിന്നെ ഈ ഗ്രന്ഥികളിലേക്ക് ഊർജപ്രവാഹം കൃത്യമായി എത്തുന്നതിലേക്ക് വേണ്ടിയുള്ള 24 മുദ്രകളുണ്ട്. ആ 24 മുദ്രകളും നമ്മൾ അതിന് കൃത്യമായി കൊടുത്താൽ മാത്രമേ ഈ മന്ത്രം യഥാവിധി പ്രവർത്തിക്കുകയും നമുക്ക് ഗുണകരമായിട്ട് വരികയും ചെയ്യുള്ളൂ. മറിച്ച് നമ്മളിത് അല്ലാതെ ചൊല്ലിക്കഴിഞ്ഞാൽ, കീലകമില്ലാതെ ചൊല്ലിക്കഴിഞ്ഞാൽ എന്തു പറയുക, മൂടില്ലാത്ത ഒരു ഗ്ലാസ്സിൽ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുമ്പം കുറേ ഒഴിക്കുമ്പം വെള്ളത്തിൻ്റെ കണികകൾ ഗ്ലാസ്സിന് ചുറ്റും ഉണ്ടാവും. പക്ഷേ ഒഴിക്കുന്നത് 100 ലിറ്റർ വെള്ളമാണെങ്കിൽ ഈ 100 ലിറ്റർ വെള്ളവും കാണത്തില്ല, കണികകൾ മാത്രം കാണും. അപ്പം ഗായത്രി മന്ത്രത്തിനല്ല, സർവ മന്ത്രങ്ങൾക്കും കീലകമുണ്ട്. ആ കീലകത്തോട് കൂടി, കീലകം അടപ്പ്, മൂടി, അടപ്പ് എന്നാണ്. ആ കീലകത്തോടു കൂടി വേണം നമ്മൾ ഏതു മന്ത്രവും ജപിക്കേണ്ടത്. ഗായത്രി മന്ത്രരാജ്ഞിയാണ്, മന്ത്രങ്ങളിൽ ഏറ്റവും ശക്തിയുള്ളതാണ്. ആ മന്ത്രത്തിന് ശക്തി ഉള്ള മന്ത്രം എന്ന് പറയാൻ കാര്യം, സാധാരണ മന്ത്രങ്ങളിൽ 1 2 3 ചില നവാക്ഷരിയിലാണെങ്കിൽ ശരി, നവാക്ഷരി മന്ത്രമുണ്ട്. നവാക്ഷരി മന്ത്രങ്ങളിൽ പോലും ഇല്ലാത്ത വിധത്തിൽ 24 അക്ഷരങ്ങളിൽ 24 ബീജശക്തികൾ അടങ്ങിയിരിക്കുകയും അത് 24 ഗ്രന്ഥികളിലേക്ക് ആ ശക്തി പോകുന്നത് കൊണ്ടാണ് ഗായത്രി മന്ത്രം ഇത്രയും ശക്തമായിരിക്കുന്നത്. ഗായത്രി മന്ത്രം ആർക്കും ചൊല്ലാവുന്നതാണ്. ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ ഇത്രയും ഗ്രന്ഥികളിലൂടെയാണ് ഈ പിന്നെ ഊർജം പ്രവഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ ശബ്ദ തരംഗങ്ങൾ ശക്തിയാക്കി ഉത്തേജിപ്പിച്ചെടുക്കുന്നത് ഇത്രയും ഗ്രന്ഥികളിലാണ് എന്ന് അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. അതുകൊണ്ട് കഴിവതും ഗായത്രി ചൊല്ലാൻ കഴിയുന്ന ചൊല്ലുക. ചൊല്ലുന്നതനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഊർജം ഈ ഗ്രന്ഥികളിൽ ഉണ്ടാവുകയും ആ ഗ്രന്ഥികളെ ഉത്തേജിപ്പിച്ച് നിങ്ങൾക്ക് സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടുമുള്ള ചിന്താശക്തികൾ ഉണ്ടായി ജീവിതത്തിൽ ഉയരുകയും ചെയ്യും. കീലകവും മറ്റ് മുദ്രകളൊന്നും ഇല്ലായിരുന്നാൽ ഒന്നുമില്ലേലും 10,000 തവണ ചൊല്ലുമ്പോൾ 1000ൻ്റെ എഫക്റ്റെങ്കിലും കിട്ടുമല്ലോ. അതുകൊണ്ട് ചൊല്ലാതിരിക്കുകയല്ല വേണ്ടത്, ചൊല്ലുക തന്നെ വേണം. ഗായത്രി മന്ത്രം ഇത്തരത്തിൽ ആര് ചൊല്ലിയാലും, ബ്രാഹ്മണ സമൂഹം മാത്രമല്ല, ഏത് സമൂഹം, ഏത് ജാതിയിലുള്ളവർ ചൊല്ലിയാലും ശരി, അവർക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. അതില്ലാതെ ചൊല്ലിയിട്ട് ഗായത്രി മന്ത്രത്തിൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഗായത്രി മന്ത്രത്തെ കുറ്റം പറയുന്നവരെ മനസ്സിലാക്കണം, അത് ചൊല്ലേണ്ട വിധത്തിലല്ല ഗായത്രി മന്ത്രം ചൊല്ലുന്നത്. ഏത് മന്ത്രവും ചൊല്ലേണ്ട വിധത്തിൽ മുദ്രാങ്കിതങ്ങളായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റേതായ ഗുണം കിട്ടും എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് മന്ത്രത്തെ മനസ്സറിഞ്ഞ് ചൊല്ലുക എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. ബാക്കി പിന്നാലെ കാണാം.